ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ എൽഡിഎഫിന്റെ കരുതൽ മനസ്സിലാക്കി തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ സുവിശേഷകരും മറ്റു ക്രൈസ്തവ വിശ്വാസികളും എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി. ജോയിയെ വിജയിപ്പിക്കാനായി പ്രവർത്തിക്കണമെന്നും പെന്തക്കോസ്റ്റ് ചർച്ച് ലീഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് അസോസിയേഷൻ. മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ പതിവായ സാഹചര്യത്തിൽ വിശ്വാസികൾ ജാഗ്രതയോടെയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ ഏറെയാണ്. ക്രൈസ്തവർക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നു. പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. പെന്തക്കോസ്തുകാരുടെ പള്ളികളാണ് കൂടുതലും ആക്രമിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് മലയാളിയായ ഒരു സുവിശേഷ പ്രവർത്തകന് നേരെ ബീഹാറിൽ സംഘപരിവാറിന്റെ ആൾക്കൂട്ട മർദ്ദനമുണ്ടായത്. 30ഓളം പേരടങ്ങുന്ന സംഘം ക്രൂരമായാണ് സണ്ണി എന്ന പാസ്റ്ററിനെ ആക്രമിച്ചത്. 1.25 മണിക്കൂറോളം വളഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. ബോധം പോയപ്പോൾ മുഖത്ത് വെള്ളമൊഴിച്ച് എഴുന്നേൽപ്പിച്ച് കൈ പിന്നിൽ കെട്ടിച്ച് 1 കിലോമീറ്ററോളം നടത്തിപ്പിച്ചു. നടത്തിക്കുന്നതിനിടയിൽ ആക്രമിച്ച ആൾക്കൂട്ടം ജയ് ശ്രീറാം എന്ന് പാസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചു. നീ ചെയ്യുന്നത് സനാതന ധർമ്മത്തിനെതിരാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണമെന്ന് പാസ്റ്റർ പറഞ്ഞു. ആരാധനകൾ വ്യാപകമായ രീതിയിൽ തടയുന്ന സാഹചര്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവ് സുവിശേഷകർ പല തവണകളായി അക്രമങ്ങൾ നേരിടുന്നത് പതിവായിരിക്കുകയാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലൂടെയാണ് സുവിശേഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഭയത്തിലാണ്. ഇതിനെതിരായി ശബ്ദമുയർത്താൻ ഇടതുപക്ഷത്തിനാണ് കഴിയുന്നതെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാസ്റ്റർ ജോയ് അറിയിച്ചു. അടുത്തതായി ഭിന്നശേഷി ക്ഷേമത്തിന് ഇടതുപക്ഷം വിജയിക്കണമെന്നാണ് ഭിന്നശേഷിക്കാരുടെ സംഘടന ആവശ്യപ്പെട്ടത്. 2016 മുതൽ എൽഡിഎഫ് സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. 2016 ഭിന്നശേഷി നിയമപ്രകാരം 21 വിഭാഗത്തിൽപ്പെട്ടവരെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഭിന്നശേഷിക്കാരുടെ എണ്ണം 25 ലക്ഷമായി ഉയർന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരും കുടുംബവും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങണമെന്ന് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് പരശു വൈക്കൽ മോഹനൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു.